ഹായ്, ഞങ്ങൾ എങ്ങോട്ടൊക്കെയാണ് പോണേന്നറിയാവോ? യെസ്, മൂന്നാറിലേക്ക്. നാട്ടിൽ ഭയങ്കര ചൂടൊക്കെ അല്ലേ, അപ്പോൾ ഒരു ആശ്വാസത്തിന് വേണ്ടി മൂന്നാർ വന്നതാണേ. ചേടാ നല്ല പനങ്കരിക്ക് കണ്ടിട്ട് ഞങ്ങൾ നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തരും ഓരോന്ന് വെച്ച് ഞങ്ങൾ കഴിച്ചേക്കാന്ന് വിചാരിച്ചു. ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറേ നാളിന് ശേഷം കേട്ടോ എനിക്ക് അടുപ്പിച്ചൊരു 4-5 ദിവസം ലീവ് കിട്ടുന്നത്. അപ്പോൾ വിചാരിച്ചു നേരെ മൂന്നാറിലേക്ക് പോന്നേക്കാമെന്ന്. ഇവിടെ പിന്നെ നല്ല തണുപ്പും കാറ്റുമൊക്കെ അല്ലേ, അതുകൊണ്ട്. പിന്നെ ട്രാവൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യം കൂടിയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പനങ്കരിക്കും കഴിച്ച് നേരെ മൂന്നാറിലേക്ക് വീണ്ടും ട്രാവലായി കേട്ടോ. ആക്ച്വലി അവിടുത്തെ സീനറി അടിപൊളിയായിരുന്നേ, നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നല്ല തേയിലത്തോട്ടവും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങൾ ഇറങ്ങിയ സ്ഥലം കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഫുള്ള് നല്ല പച്ചപ്പച്ചേന്നുണ്ടായിരുന്നു. പിന്നെ പറക്കാട് നേച്ചർ റിസോർട്ട് എത്തി. ഞങ്ങളവിടെ ചെന്നപ്പോൾ തന്നെ നല്ലൊരു വെൽക്കമിങ്ങിന് ശേഷം ഞങ്ങൾ നേരെ റൂം കാണാൻ വേണ്ടി പോയി കേട്ടോ. ഫസ്റ്റ് കാണിച്ച റൂം തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമായിരുന്നു. അതായത് ആ റൂമിൽ തന്നെ ഒരു അപ്പാർട്ട്മെൻറ്റ് പോലെ 2 ബെഡ്റൂം ഉണ്ടായിരുന്നു. കയറി ചെല്ലുമ്പോൾ ഹാളും ബെഡ്റൂമും കൂടെ, പിന്നെ നേരെ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഒരു ചെറിയൊരു പോർഷനും ഒരു ബെഡ്റൂമും കൂടെ ആയിരുന്നു. മാസ്റ്റർ ബെഡ്റൂം പോലെ ആയിരുന്നു. നല്ല ഗോൾഡൻ ഫിനിഷിങ്ങും ഉണ്ടായിരുന്നു. നല്ല ലക്ഷറി അപ്പാർട്ട്മെൻറ്റ് പോലെ ആയിരുന്നു കേട്ടോ. നല്ല രസമുള്ള റൂമും നല്ല സീനറിയും ഒക്കെ ആയിരുന്നു കേട്ടോ. അവിടെ ബാൽക്കണിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു 90 ഡിഗ്രി വ്യൂ എന്ന് പറയേ, അതുപോലത്തെ ഒരു വ്യൂ കാണാമായിരുന്നു. ആക്ച്വലി ഇവിടെ കയറി നോക്കിക്കഴിഞ്ഞാൽ ഒരു പാതി മൂന്നാർ കാണാം കേട്ടോ. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വ്യൂ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടെ നേരെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ കയറിയായിരുന്നേ, പറക്കാട്ടിന് തന്നെ റെസ്റ്റോറൻറ്റിൽ. നമ്മുടെ ഇഷ്ടങ്ങൾ ചോദിച്ച് അവർ സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ഫുൾ ഓപ്പൺ റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വ്യൂ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു അവിടെ ചെന്നപ്പോൾ കേട്ടോ. നല്ല കാറ്റും നല്ല ഒരു തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലെമൺ ടീ കുടിച്ചതിന് ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഈ നല്ല തണുപ്പത്ത് ഈ ലെമൺ ടീയും അതുപോലെ തന്നെ നല്ല ചൂട് ചോറും ഒക്കെ കഴിക്കാൻ അടിപൊളിയാണ്. നമ്മുടെ രീതിക്കുട്ടൻ ബിരിയാണി ആട്ടോ ഓർഡർ ചെയ്തത്. അവന് ഒരുപാട് നാളായി മറ്റേ തമിഴ്നാട് ബിരിയാണി കഴിച്ചിട്ടൊന്നും പറഞ്ഞുകൊണ്ട് ആ സന്തോഷത്തിലായിരുന്നു. അവിടെ ഞങ്ങൾ നേരെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ അമ്മയ്ക്കൊരു ചെറിയ പ്രാങ്ക് കൊടുത്തേ. ഞങ്ങൾ പേടിച്ചിട്ടിരിക്കുക അവിടെ തട്ടിക്കൊണ്ട്. അമ്മേ பொண்ணு பேக் எடுத்து ஆன்ட்டி பாத்தீங்களா எடுத்து அல்ல அப்புறம் வந்து பேசிட்டுல இருந்தோம்க்கா நான் ஆன்ட்டியும். அம்மே ശബ്ദം കേൾക്കണല്ലോ, അടിച്ചു പോയ. ഇതെപ്പോ പോയി അതിന്റെ ഉള്ളിലേക്ക്? ഇത് കണ്ടോണ്ട് എന്നെ അടച്ചു തട്ടിക്കൊണ്ടത്. ഞാനിവിടെ ഉണ്ട്, വിളിച്ചോണ്ടിരുന്നപ്പോ നിങ്ങൾ സങ്കടപ്പെടണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ ഇരുന്നപ്പോഴത്തേനും പുറത്ത് നല്ല മഴയുടെ ശബ്ദം കേട്ടോ. ബാൽക്കണി പോയി നോക്കിയപ്പോൾ ഉണ്ട് നല്ല അടിപൊളി മഴ. എൻ്റെ പൊന്നെ, ആ ക്ലൈമറ്റും ആ ഒരു വ്യൂവും ഒപ്പം മഴയും അടിപൊളിയായിരുന്നു. എന്നെക്കാട്ടിയും കൂടുതലായിട്ട് എൻജോയ് ചെയ്തത് അമ്മയാണ് കേട്ടോ. ആ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയേ. അവിടെ ബൊഫേ സെറ്റപ്പാണ് ഡിന്നറ്. അപ്പം വെജീസ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്രൂട്ട് കട്ട്സ് ഉണ്ട്, പിന്നെ ബോയിൽഡ് വെജിറ്റബിൾസ് ഉണ്ട്, സൂപ്പുണ്ട്, പിന്നെ വെജിറ്റേറിയൻസിനും ഫുഡുണ്ടാവും, നോൺ വെജിറ്റേറിയൻസിനും ഫുഡുണ്ടാവും കേട്ടോ. അങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് ഫുഡും അവിടെ ഉണ്ട്. നമുക്ക് വേണ്ടതൊക്കെ ഇങ്ങനെ നമുക്ക് നോക്കി സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലൈമറ്റിൽ നല്ല തണുപ്പുണ്ടായിരുന്നു. ഒപ്പം ഈ സൂപ്പും കാര്യങ്ങളൊക്കെ ചൂടായിട്ട് കഴിച്ചിട്ട് നേരെ ഞങ്ങൾ റൂമിലേക്ക് പോയി കിടന്നുറങ്ങി. രാവിലെ ഞാൻ എഴുന്നേറ്റായിരുന്നേ, കാരണം എനിക്ക് സൺറൈസ് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ അതിരാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോഴത്തേനെന്താ എൻ്റെ പൊന്നെ, സിന്ദൂരം അണിഞ്ഞ ആകാശം എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു ഫീല്. ഭയങ്കര ഭംഗിയാണ് കേട്ടോ. നിങ്ങൾ എപ്പോഴെങ്കിലും മൂന്നാർ വരികയാണെങ്കിൽ ഈ ഒരു മൊമെൻ്റ് ഒരിക്കലും മിസ് ചെയ്യരുത്. ഈ ഒരു വ്യൂവിൽ ഈ ഒരു സൺറൈസ്
അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി കേട്ടോ. അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിരുന്നു. അപ്പം നമ്മൾ നൈറ്റ് കണ്ട പോലെ തന്നെ കട്ട് ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ സാലഡ്സും ഒക്കെ ഉണ്ടായിരുന്നു. ഒപ്പം ഈ ലൈവ് കിച്ചൺ സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ചൂടായിട്ട് നമുക്ക് ഉണ്ടാക്കി തരും. ബൊഫയിൽ ഏത്തപ്പഴം പുഴുങ്ങിയത്, പിന്നെ അതുപോലെ തന്നെ ദോശ, ഇഡ്ലി, അങ്ങനെ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. ബട്ടൂര, ഭൂരി, ചന്ന മസാല, ഇവിടെ കഞ്ഞി വരും തോന്നണം, കഞ്ഞിയും മുളകും, കേസരി, വെജിറ്റബിൾ ബോയിൽഡ്, പാസ്ത, പൊട്ടറ്റോ, സേമിയ ഉപ്മ, കടലക്കറി, എല്ലാം ചട്നീസാ, ഫുൾ ചട്നീസ്. എത്ര വെറൈറ്റീസ് ഉണ്ട് അറിയോ? ഇത് നോൺ വെജ് ചട്നി. വെജ് ചട്നീസ് 1 2 3 4 5 6 7 8 9 10 11 വെറൈറ്റീസ് ഓഫ് വെജ് ചട്നി. സ്ട്രോബെറി മിൽക്ക് ഷേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വാട്ടർമെലൺ ജ്യൂസ് ഉണ്ടായിരുന്നു, ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടായിരുന്നു, പിന്നെ ലസ്സിയും ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രയൊന്നും ഒരാളെ കൊണ്ട് കഴിക്കാനൊക്കത്തില്ലേ. പിന്നെ അതുപോലെ തന്നെ അതാ കോൺഫ്ലെക്സ്, ഓട്സ്, ചോക്കോസ്, അതൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലൈവ് കിച്ചൺ ആണ് കേട്ടോ. ഇവിടുത്തെ സെക്ഷനിൽ ഇങ്ങനെയാണ് വരും അല്ലേ, ചൂട് മസാല ഓംലെറ്റ്. ഇത് ഇവിടുത്തെ ലൈവ് കിച്ചൺ ആണ് കേട്ടോ. അപ്പൊ ഇവിടെ അതുപോലെ തന്നെ ഈ ദോശ പല ടൈപ്പ്, അതായത് ഇപ്പൊ മസാല ദോശ, ഗീ റോസ്റ്റ്, പിന്നെ ഈ പിള്ളേർക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ചോക്ലേറ്റ് ദോശ, പിന്നെ പൊടി ദോശ, അങ്ങനെയുള്ളത് എല്ലാം ലൈവായിട്ട് കിട്ടും. പിന്നെ അത് മാത്രമല്ല കോഫി, ടീ ലൈവാണ്. പിന്നെ ഇതുപോലെയുള്ള പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓംലെറ്റും ലൈവാണ് കേട്ടോ. സൂപ്പർ അല്ലേ? ഇത് കാണുമ്പോൾ നമ്മുടെ പഴയ ചായക്കട സെറ്റപ്പ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ. അതിൻ്റെ ടിക്കോഷൻ ഇതുപോലെ മാറ്റിയിട്ട് നേരെ ചായ ഇതുപോലെ അടിച്ചെടുക്കുമ്പോൾ ടേസ്റ്റ് അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് സൺറൈസ് ഒക്കെ കണ്ട് നല്ല ഫ്രഷ് ആയിട്ട് ഫ്രഷപ്പ് ആയിട്ട് നേരെ ഇങ്ങ് വന്ന് നല്ല ഫ്രഷ് ആയിട്ട് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കഴിക്കുമ്പോൾ, പ്രത്യേകിച്ച് നല്ല വടി പോലെ ഇരിക്കുന്ന ദോശ കഴിക്കുമ്പോൾ ഉണ്ടാവുന്നൊരു സുഖമുണ്ടല്ലോ. എൻ്റെ അളിയാ, ഇതിന്റെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റൂല. ഒരു ദോശ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഒരു ദോശ ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. ഞാൻ ആദ്യമായിട്ടാട്ടോ തട്ടുകടയിൽ ഇതുപോലെ ഞാൻ ഫ്രഷ് ആയിട്ട് ഇടുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം ആണ്, എൻ്റെ ട്രൈ ആണ്. ഓക്കെ, ഓ ഞാനേ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ എടുത്ത് ചുറ്റിക്കൂലോ, അതുപോലെ എടുത്ത് ചുറ്റിക്കാൻ നോക്കുക. വാ വാ, എന്റെ ഗിഫ്റ്റ് എങ്ങനെയുണ്ട് നോക്ക്. പറക്കാട് റിസോർട്ടിൻ്റെ ഈ ഒരു റെസ്റ്റോറൻറ്റിലെ ഫുഡ് എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയിട്ടു. കാരണം ഒരുപാട് തരത്തിലുള്ള ഫുഡ് അവിടെ ഉണ്ടായിരുന്നു. അതായത് കോണ്ടിനെൻ്റൽ ആണെങ്കിലും ശരി, നമ്മുടെ നാടൻ വെറൈറ്റീസ് ആണെങ്കിലും ശരി, സാലഡ്സ് ആണെങ്കിലും ശരി, ഫ്രൂട്ട്സ്, കട്ട് ഫുഡ് സെക്ഷൻസ് ആണെങ്കിലും സൂപ്സ്, അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അപ്പം ചിലപ്പോൾ ഞാൻ ഐറ്റംസ് പറയാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വീഡിയോ മൊത്തം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ അവിടുത്തെ മാനേജറെ കണ്ട് ഞാൻ സംസാരിച്ചു, എത്ര ഐറ്റം ഇന്ന് വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ 100 ഐറ്റോളം വെച്ചിട്ടുണ്ടെന്ന്. അത് കഴിഞ്ഞ് ഞാൻ നേരെ താഴെ പോയപ്പോഴത്തേനും അവരുടെ ഷോറൂം കണ്ടായിരുന്നു. ഒരു ചെറിയൊരു ഷോറൂം പോലെ അവർ താഴെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു റിസോർട്ടിൻ്റെ താഴെ തന്നെ. പറക്കാട് ജ്വൽസിൻ്റെ അതിൽ 1 gram ഗോൾഡ് ഓർണമെൻറ്റ്സ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഓർണമെൻറ്റ്സ് മാത്രമല്ലാണ്ട് ഇങ്ങനെ സ്റ്റാച്യൂസും കുറേ അവിടെ കുട്ടി കുട്ടി സ്റ്റാച്യൂസും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആന, പിന്നെ ഉണ്ണിക്കണ്ണൻ്റെ, അങ്ങനെയുള്ള കുറേ കുട്ടി കുട്ടി സ്റ്റാച്യൂസും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ട്സും കാര്യങ്ങളും എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ നല്ല നല്ല ബ്യൂട്ടിഫുൾ സെറ്റ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ, ഡയമണ്ട് ഫിനിഷിംഗ് ഉള്ളത്. ശരിക്കും അവിടുത്തെ വ്യൂവും കാര്യങ്ങളും ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഫോട്ടോഷൂട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ജസ്റ്റ് ബാക്കിയുള്ള റൂംസും വ്യൂ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും മേഘ്ന, നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണേ. ഇത് ഒരു 180 ഡിഗ്രി വ്യൂ ഉള്ള റൂമാണ്. അതുപോലെ തന്നെ ഹണിമൂൺ സ്യൂട്ടാണ് കേട്ടോ ഇവിടെ പറക്കാട് റിസോർട്ടിലുള്ള. 180 എന്ന് പറയുന്നത് ചുമ്മാ അല്ല കേട്ടോ, ബാൽക്കണി വ്യൂ മാത്രല്ല. அடியோலியே செம்மையா இருக்கு. சுத்தி பார்த்துட்டு போயிடலாம்.
360 ആണെങ്കിൽ ഇതിന്റെ നടുക്കുണ്ട് നീ വെക്കേണ്ടി വരും റൂം. എങ്ങനെ നോക്കിയാലും ഈ സൈഡില് റൂംസ് അല്ലേ വരുള്ളൂ, ഏതെങ്കിലും ഒരു സൈഡല്ലേ കാണാൻ പറ്റൂ. എന്താ ആഗ്രഹം? 180 എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതാണ് 180 അല്ലേ? ഇത് ക്ലബ് സ്യൂട്ട് റൂം ട്ടാ. ഇതും പറഞ്ഞ പോലെ 180 തന്നെയാണ്. ഇവിടെ 180 ഡിഗ്രിയുടെ വ്യൂ ഉണ്ട്, 90 ഡിഗ്രിയുടെ വ്യൂ ഉണ്ട്. നമ്മൾ നിൽക്കുന്ന റൂം 90 ഡിഗ്രിയുടെ വ്യൂ ഉള്ള റൂമാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ 180 ഒന്ന് നോക്കിയാലോ നമുക്ക്? ഹായ്. ഭയങ്കര ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഓരോ റൂമിലും വ്യൂസ് കാണാൻ വേണ്ടി, പ്രത്യേകിച്ച് ഈ റൂമില്. അടിപൊളി അല്ലേ? ഇവിടെ വാൾസ് ഫുള്ള് മോസ്റ്റ്ലി എല്ലാ വാൾസും പെയിന്റഡ് ആണ് കേട്ടോ. അതെ, അതൊക്കെ അവിടെ ഒരു സീനറി പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഞങ്ങൾ മുകളിൽ ചെന്ന് നോക്കിയപ്പോഴത്തേനും അവിടെ ഈ പ്ലേ ഗ്രൗണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിള്ളേരുടെ. നമ്മുടെ കുട്ടി പിള്ളേരുടെ സെക്ഷൻ ആയതുകൊണ്ട് ഞാനൊന്നും ട്രയൽ ചെയ്യാൻ നിന്നില്ല. പക്ഷെ താഴെ നോക്കിയപ്പോഴത്തേനും നല്ല അടിപൊളി സ്വിമ്മിംഗ് പൂള് കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു നാളെ പോകണം എന്ന്. പക്ഷേ ഊഞ്ഞാല കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ പോവുകയാ. എന്ന് വെച്ചാൽ ഊഞ്ഞാല എപ്പോഴും നമുക്ക് മലയാളികൾക്ക് ഒരു വീക്ക്നെസ് ആണ് അല്ലേ. അപ്പോൾ കുറച്ച് നേരം ഞാൻ ഊഞ്ഞാലിരുന്ന് ആടിയിട്ട് ഞങ്ങൾ നേരെ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി വന്നു കേട്ടോ. ഈ തലയുടെ മുകളിൽ ഇങ്ങനെ ക്യാപ്പ് വെച്ചെടുക്കുന്ന പറഞ്ഞിട്ടുണ്ട് നിന്റെ അടുത്ത്. അമ്മ ക്ലോസ്. എന്റെ മാതാവേ. അമ്മ ചെസ് പിള്ളേർക്കൊക്കെ ഇവിടെ നല്ല നേരം പോക്കായിരിക്കും കേട്ടോ. ക്യാരം ബോർഡ്, അതുപോലെ തന്നെ ചെസ്. പിന്നെ ഇതിന്റെ പേരെന്താ? അല്ലല്ല, ഇതിന്റെ വേറെന്തോ പറയണേ. ഇതിന്റെ പേരെന്താ? എന്താ പറയണേ? എനിക്കറിയില്ല. എടാ മഴയടാ, ഇങ്ങനെ പോയിട്ട് അങ്ങനെ വരണേനുള്ളിൽ മഴയാ. അതാണ് ഐശ്വര്യമുള്ള ഒരു കൂടെ വേണമെന്ന് പറയുന്നത്. ഐശ്വര്യം ഇവനെ കൊണ്ട് ട്രിവാൻഡ്രത്ത് പോയായിരുന്നു, ഇവിടെ മഴ ഒട്ടുമില്ല. അതന്നെ. ഞാൻ അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. നല്ല മഴയും നല്ല കാറ്റും പിന്നെ അതിൻ്റെ മുകളിൽ നല്ല വ്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ. അവിടെ നിന്ന് നേരെ ഞങ്ങൾ പറക്കാട്ട് റിസോർട്ടിൽ ഏറ്റവും കൂടുതൽ വൈറലായിട്ട് കണ്ടിട്ടുള്ള കേവ് ഹൗസിലേക്ക് ഞങ്ങൾ ചെന്ന് കേട്ടോ. മരമൊക്കെ ഉണ്ടല്ലോ അകത്ത് നോക്കി. സത്യമായിട്ടില്ലേ, നമുക്ക് ഈ പാറയുടെ ഉള്ളിലേക്കുള്ള ഗുഹയ്ക്കകത്തിരിക്കുന്ന പോലെ അതേപോലത്തെ ഒരു ഫീൽ ഉണ്ട് കേട്ടോ. ശരിക്കും ചെറിയൊരു പേടിയും ഉണ്ട് കേട്ടോ. ഒരു വല്ലാത്തൊരു വെച്ചാൽ ആരെങ്കിലും എവിടെ നിന്നെങ്കിലും ചാടി വീഴോ, അല്ലെങ്കിൽ ഏതെങ്കിലും ആനിമൽസ് ഒക്കെ വരുമോ എന്നൊക്കെ ഒരു അതുപോലൊക്കെ ഉണ്ട്. നിനക്ക് ഈ സ്ഥലം കണ്ടാൽ എന്തെങ്കിലും ഒരു പാട്ട് ഓർമ്മ വരുന്നുണ്ടാ? ഏതാ? കൺമണി. ഉണ്ടാന കായം എന്നും തന്നാലെ ആരി പോകും മായമെന്ന് പൊന്മാനേ പൊന്മാനേ எந்த காயம் என்ன என்று சொல்லாமல் ஏங்க ஏங்க அழுகை வந்தது. அப்புறம் மணி தூரந்து கொள்ள இது அதையும் தாண்டி மேல ஏறி போகணும். அங்க ஏறிட்டு மனிதர் உணர்ந்து கொள்ள இது மனிதர் காதல் அல்ல, அதையும் தாண்டி புனிதமானது. புனிதமானது புனிதமானது புனிதமானது. அப்படியே அதுல கொஞ்சம் தேனே மாநிலம் போட்டுக்கோங்க. அப்படியே அந்த தேனே மானே போட்டுக்கோங்க. ഇത് ശരിക്കും നമ്മൾ ഫീൽ ചെയ്യേണ്ടത് തന്നെയാണ് കേട്ടോ. നമ്മൾ എത്ര പറഞ്ഞാലും ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. അവിടെ ഞങ്ങൾ ഏറെ ഒരു അഡ്വഞ്ചർ ഏരിയ ഉണ്ട്, അങ്ങോട്ടേക്ക് ചെന്നായിരുന്നു കേട്ടോ. എന്റെ ദൈവമേ, அந்த ஹோல்க்குள்ள கால விட்டுறாதீங்க. എടാ നീ എന്നെ മനുഷ്യനെ പേടിപ്പിക്കല, മിണ്ടാണ്ട് വാ. കൈ കണ്ടാ ചോന്നുപോയി. അതായത് ഒരു സെന്റർ വരെ വരുമ്പോഴത്തേനും നമുക്ക് കുഴപ്പമില്ല കേട്ടോ. അത് കഴിയുമ്പോഴത്തേനും നമ്മുടെ കംപ്ലീറ്റ് കൺട്രോൾ നമ്മുടെ കയ്യിലാ. നമ്മുടെ വെയിറ്റ് കംപ്ലീറ്റ് നമ്മുടെ കയ്യിലാണ്. നമ്മൾ ഇങ്ങനെ 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 പിന്നെ താഴ്ത്തു നോക്കുമ്പോൾ വന്നാൽ തന്നെ കൊക്കയാണ്. നമ്മളിങ്ങനെ വീഴും, എന്റെ അമ്മ വീഴും. പക്ഷെ എന്നാലും ഒരു ഇൻറ്റ്യൂഷൻ അല്ലെ, ഒരു ഇല്യൂഷൻ തോന്നും. അതില്ല ഇപ്പൊ കാൽ മൊട്ടം ഉള്ള പോയിച്ചാ ഉட்கார்ந்துரும். உட்கார்ந்துரும் எந்திரிக்கிறது கஷ்டம் இல்ல, யாராவது ஹெல்ப் பண்ணணும். എല്ലടാ അത് സേഫ് ആണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും നമുക്കൊരു തോന്നലാണല്ലേ, അയ്യോ നമ്മള് പോവോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞിട്ട്.
எனக்கு என்ன பையனா போயிட்டு மறுபடியும் ரிட்டர்ன் அதுலதான் வரணும்னு நினைச்சேன். ഇവിടെ ആർട്ടിഫിഷ്യൽ മഴ സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് നനയണ്ട, സോ അതുകൊണ്ട് ഞാൻ അറ്റത്ത് നിന്നിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യുള്ളൂ. ലൈറ്റ് നല്ല കുളു കുളു കുളുന്നുണ്ട്. ഇതുവരെയ്ക്ക് വരുത് ഞാൻ അങ്ങോട്ട് നിൽക്കാൻ തോന്നുന്നു. ടെസ്റ്ററാ? ടെസ്റ്റർ നീ ആദ്യം പോയിട്ട് വരട്ടെ, എന്നിട്ടേ പറയണം. അതെ, ഓൾ ദി ബെസ്റ്റ്. രീരിക്കുട്ടനെ എനിക്ക് അടിപൊളി കൂട്ടാണ് കേട്ടോ. ഞാൻ എന്ത് തരത്തിലുള്ള കോപ്രായം ചെയ്താലും ഒപ്പം കൂടെ അതുപോലെ നിന്നോളും. ഒന്നിനൊരു നോ പറിച്ചിട്ടില്ല കേട്ടോ ഞങ്ങൾ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ രീരിക്കുട്ടന്. അപ്പോൾ രീരിക്കുട്ടന് എല്ലാവർക്കും ഇഷ്ടമാണോ? കുറേ പേര് ഇടയ്ക്ക് കമൻറ്റ് ബോക്സിലൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഞാൻ അവനോട് പറയുമ്പോൾ അവൻ ഒരുപാട് സന്തോഷമാവും കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു? ഒന്നും ഭയമല്ല. ചവിട്ടണോ? ആ റെഡി. അപ്പൊ നമ്മൾ ഇന്നലെ വന്നതാണ് കേട്ടോ. അപ്പൊ ഇന്നലെ വന്നപ്പോ നമ്മള് ട്രാവലിംഗ് ഒക്കെ കഴിഞ്ഞ് ആക്ച്വലി ടയേർഡ് ആയിരുന്നു. നമ്മൾ പെട്ടെന്ന് തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് കയറി കിടന്നു. ഇന്ന് തന്നെ തുടങ്ങാൻ ഈ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യല് നമ്മൾ തുടങ്ങിയത് ഇന്നാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. മറ്റേ ആ വ്യൂ പോയിന്റ്, പിന്നെ അതുപോലെ തന്നെ ജീപ്പ് റൈഡ്, പിന്നെ കേവ് ഹൗസ് അടിപൊളി. അതുപോലെ തന്നെ അഡ്വഞ്ചർ ഗെയിംസ് ഒക്കെ അടിപൊളിയാണ്. എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോ നമുക്ക് സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, പിന്നെ സ്പാ ഉണ്ട്. പിന്നെ ഇപ്പൊ നോക്കട്ടെ, പറ്റുമെങ്കിൽ ഇന്നിപ്പം ഇത്ര നേരം ആയതുകൊണ്ട് സ്വിമ്മിംഗ് പൂള് ചിലപ്പോ നല്ല തണുപ്പുണ്ടാവും. ഞാൻ നോക്കിയിട്ട് ഇറങ്ങുന്നുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് നൈറ്റ് ഡിന്നർ കഴിക്കുക, കയറി കിടന്ന് ഉറങ്ങുക, അത്രയും പണിയുള്ളൂ. നാളെ രാവിലെ എണീറ്റ് സ്പായും സ്വിമ്മിംഗ് പൂളൊക്കെ നാളെ. ഓക്കെ, അപ്പൊ നമുക്ക് പോയാലോ? അമ്മ സ്പെഷ്യൽ ആയിട്ട് ചോദിച്ചേട്ടോ. അമ്മ ഇന്നലെ ഡിന്നർ വന്നപ്പോ ചോദിച്ചായിരുന്നു കപ്പയും മീൻകറിയും കിട്ടുമോ നാളെന്ന്. കാരണം നല്ല ക്ലൈമറ്റ് ആണ്, പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെ കപ്പയും മീൻകറിയും ഒരു ഇച്ചിരി കട്ടൻ ചായയും കൂടെ ആയിക്കഴിഞ്ഞാൽ അടിപൊളിയല്ലേ? അപ്പൊ അമ്മയുടെ ഇഷ്ടപ്രകാരം അമ്മ പറഞ്ഞപ്പോ തന്നെ അവർ വെച്ച് തന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്. മിന്നല് നമുക്കതിന് ലൈറ്റ്. ഞാൻ ഇവിടെ റെസ്റ്റോറൻറ്റിൽ കയറി ചുമ്മാ ഒരു നോട്ടം നോക്കിയപ്പോഴത്തേന് രീരിക്കുട്ടൻ ഇടയ്ക്ക് ജിമ്മിൽ പോയിട്ട് അവൻ തന്നെ വീഡിയോ എടുത്ത കുറച്ച് സംഭവങ്ങളാട്ടോ ഇത്. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഫണ്ണി ആയിട്ട് തോന്നി. അപ്പോൾ ഐ തോട്ട് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തോന്നടേ ഇത്, നിൻ്റെ തല എവിടെയടേ? അവിടെ നേരെ പറക്കാട് റിസോർട്ടിൻ്റെ തന്നെ സ്പാ സെൻറ്ററിൽ കയറിയിട്ട് ഇതും കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നല്ല ഒരു റിലാക്സേഷൻ മസാജ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് ഞാനൊന്ന് കിടന്നുറങ്ങി. അവിടെ നിന്ന് നേരെ റൂമിൽ ചെന്ന് അമ്മേനെ വിളിച്ചിട്ട് തീരെ അമ്മ എഴുന്നേക്കുന്നുണ്ടായിരുന്നില്ലേ. ഒരു പണിയും ചെയ്യണ്ട. ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് സർവീസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം നമ്മുടെ അടുത്ത് ഓരോന്നും ചോദിച്ചാട്ടോ ഓരോന്നും സെർവ് ചെയ്ത് തരുന്നത് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. സോ ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ റെസ്റ്റോറൻറ്റിൽ വന്ന് സംസാരിച്ചത് കേട്ടോ. ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ജസ്റ്റ് ബ്യൂട്ടിഫുൾ. നല്ല അടിപൊളി ക്ലൈമറ്റ് കേട്ടോ. നല്ല മഴയുണ്ട്. അതുപോലെ തന്നെ ഡാർക്ക് റൂം, പിന്നെ ഇതാ ഹാർട്ട് ഷേപ്പിൽ 2 സ്വാൻ, ഫ്ലവേഴ്സ്, റോസ്, ക്യാൻഡിൽസ്, അടിപൊളി. ഇനി നല്ല ചൂടോടെ നല്ല ഭക്ഷണവും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ സൂപ്പർ. പറക്കാട് റിസോർട്ടിൽ എൻ്റെ 3 ദിവസം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ശരിക്കും ഗ്രേറ്റ്ഫുള്ളാണ്. അപ്പോൾ കേട്ടോ, ബൈ.